എന്റെ വീട്ടിൽ ഞാൻ കമ്മശ എഴുതിയിട്ട് വന്നേ. ഇവിടെയും കമ്മശ എഴുതിയിട്ട് വന്നയാ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ 2015-ലെടുത്ത THHൻ്റെ ഈ ഹെൽമെറ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മളിതിനു വേണ്ടി ബുക്ക് ചെയ്ത ഇതിൻ്റെ ഗ്ലാസ് വൈസർ ഇത് എൻ്റെ ക്രാഷായി പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു വൈസർ HTR സ്മോർട്സിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. ഇപ്പം 3 ദിവസം കൊണ്ട് നമുക്കിവിടെ സാധനം വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് റീസ്റ്റോർ ചെയ്യാൻ പോവാണ്. അനിയൻ്റെ ഫ്രണ്ട് ഒരു മേജർ ക്രാഷിൽ പെട്ടിരുന്ന് അതിൽ ചെറിയ സ്ക്രാച്ച്, ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് കാണാം നിങ്ങൾക്ക്. കണ്ടോ? ചെറുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മേജർ ക്രാഷ് ആയിരുന്നു. വണ്ടി മൊത്തത്തിൽ നാശമായിപ്പോയി. അപ്പം ആൾക്കൊന്നും പറ്റിയില്ല ഭാഗ്യം കൊണ്ട്. അപ്പം അങ്ങനെ ഒരു ക്രാഷ് ഉണ്ടായ ഒരു ഹെൽമെറ്റും കൂടെയാണ്. അപ്പം നമ്മൾ ഇതിനെ റീസ്റ്റോർ ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മുടെ ഹെൽമെറ്റ് ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് പെയിൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന് വേണ്ട വൈസർ ഗ്ലാസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വൈസർ ഗ്ലാസ് ഇതിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് റഫായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള പെയിൻറ്റും ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റിക്കേഴ്സ് എല്ലാം ഒന്നും കളഞ്ഞില്ല, കുറച്ച് മാത്രം. നമ്മുടെ ഹലീമ ബേബി വന്നിട്ടുണ്ട്. ഇത് സംസാരമൊന്നും കൺമഷി എഴുതിയിട്ട് വന്നതാണ്. ഭയങ്കര വിശേഷങ്ങളാണ്. ഹലീമാക്ക് നമ്മൾ ഒരു മൊബൈലും ഒരു യൂട്യൂബ് ചാനലൊക്കെ കൊടുക്കാൻ പോവാം. നമ്മളെന്തായാലും ചുമ്മാ റഫായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ വേറെ വലിയ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുമെന്ന് മാത്രം. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് പെയിൻറ്റിങ് കഴിഞ്ഞ് ഇനിയിപ്പം ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെക്കുക. ഓക്കെ, നമ്മൾ ഉണങ്ങാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് മതി. അത് കഴിയുമ്പോൾ ഉണങ്ങിക്കോളും. ഇത് പെട്ടെന്ന് കിട്ടേണ്ടതാണ്. അവരപ്പം വൈസർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് കറക്റ്റായിട്ട് നല്ലൊരു ബോക്സൊക്കെ സെറ്റ് ചെയ്ത് ആ ബോക്സിൽ എല്ലാം റെഡിയാക്കിയിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ അയച്ചിട്ടുണ്ട്. ഇനി ഈ സംഭവം മൊത്തം ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നു. ചുമ്മാ എല്ലാം ഒന്ന് കളഞ്ഞ് ചുമ്മാ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അകത്തെ പീസൊക്കെ ടൈറ്റ് ചെയ്ത് നോക്കാം. മാറിക്കേ. നമ്മൾ പുതിയ ടീഷർട്ടിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു. ഇത് നമ്മളിത് വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഹെൽമെറ്റിൻ്റെ ടീഷർട്ടിൻ്റെ എനിക്കൊന്ന് ഗ്ലാസിൻ്റെ വൈസറും കാര്യങ്ങളൊക്കെ നമ്മുടെ HTR മോഡ്സിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അവർക്ക് ഓൺലൈൻ വഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടും അല്ലേ? HTR ഷോപ്പിൽ എവിടെയാ? HTR പറ. HTR RZ
ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിന് അറൗണ്ട് ഒരു 500 വരുന്നുണ്ട് ഈ ക്ലാസ്സിന്. അപ്പോൾ ഞാൻ ഇതൊരു 5 കൊല്ലത്തോളമായി ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് വേറെ ഹെൽമെറ്റ് കിട്ടിയപ്പോൾ ഇത് കളയാനോ ഒന്നും തോന്നില്ല. ഞാൻ എന്തായാലും ഗ്ലാസ് ഇല്ല എന്നുള്ളത് പോരാനുള്ളത്. അത്യാവശ്യം ലാസ്റ്റ് ഇത് ഹെൽമെറ്റാണ്. അപ്പം ഇപ്പോൾ ഗ്ലാസ് പോയി പുതിയ അതിൻ്റെ ഒറിജിനൽ ഗ്ലാസ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമായി. അപ്പം ഒറിജിനൽ ഗ്ലാസ് കിട്ടി. ട്രാൻസ്പെറൻ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ എന്തായാലും കണ്ട ഒരാളെൻ്റെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നിൽക്കുക. ആ അലിമയുടെ കുഞ്ഞാങ്ങളെയാ. അതൊക്കെ വാങ്ങിച്ച കുഞ്ഞാങ്ങളെ അത് വാങ്ങിച്ച കണ്ടാ എന്താണേ ടാറ്റ കൊടുത്ത്. അപ്പം ഇത്ര നേരം നമ്മളെ ഹംദാനും എല്ലാം സഹായിച്ചതാണ്. ഇതൊക്കെ കണ്ട എല്ലാം എന്ത് ഇവിടെ ടൂൾസ് വെച്ചാലും ഉടനെ എടുക്കും. അല്ല ഹംദാനെ ടാറ്റ കൊടുത്ത്. ടാറ്റ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ടുള്ള ബൈക്കും ബൈക്ക് അക്സസറീസും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ടുള്ള വിശേഷങ്ങൾ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. കണ്ട സപ്പോർട്ട് തരാൻ ഹംദാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.